ദൈവത്തിൻ്റെ തിരുവചനത്തിൽ വായിക്കുമ്പോൾ കാണുവാനായിട്ട് സാധ്യമാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 17-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു: ഏക സത്യ ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവൻ ആകുന്നു എന്ന് ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെയും ദൈവത്തിൻ്റെ പുത്രനായിരിക്കുന്ന ക്രിസ്തുവിനെയും അറിയുക എന്നതാണ്. ഈ ലോകത്തിൽ നമുക്ക് ആരെയൊക്കെ നമ്മൾ അറിഞ്ഞാലും ഒരു പ്രയോജനമില്ല. നമുക്കൊരു ഈ ലോകത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയെ നമ്മൾക്ക് അറിഞ്ഞെന്ന് പറഞ്ഞാലോ ഒരു പ്രയോജനമില്ല. കാര്യം കുറച്ച് നാളത്തേക്ക് അവരെ നമ്മൾ ഓർത്തിരിക്കും, അത് കഴിയുമ്പോൾ മറക്കും. എന്നാൽ അവർ ഒരിക്കലും നമ്മുടെ ജീവന് വേണ്ടിയിട്ട് ഒന്നും നമുക്ക് തരികയില്ല. എന്നാൽ യേശു ക്രിസ്തു തൻ്റെ ജീവൻ നമുക്ക് വേണ്ടി മറുവിലയായിട്ട് തന്നതാണ്. നാം പാപത്തിലായിരുന്നപ്പോൾ, പിശാചിൻ്റെ കയ്യിലായിരുന്ന സമയത്ത് ആ പിശാചിൻ്റെ കയ്യിൽ നിന്നും ദൈവം നമ്മെ വിലയ്ക്ക് വാങ്ങി, തൻ്റെ പുത്രൻ്റെ രക്തത്തെ കൊടുത്ത് നമുക്ക് വിലയ്ക്ക് വാങ്ങി. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു, ആ ഏക സത്യ ദൈവമായ കർത്താവിനെ അറിയുന്നതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പർപ്പസ്. അപ്പോൾ ഏക സത്യ ദൈവമാണ്. നമ്മൾ പറയുന്ന കാര്യമുണ്ട്, പലരും പറയാറുണ്ട് പിതാവെന്ന്, പുത്രനായ ക്രിസ്തു വേറൊന്ന്, പരിശുദ്ധാത്മാവ് വേറൊന്ന്. എന്നാൽ ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു ഏക സത്യ ദൈവം, ത്രിയേക ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. എന്നാൽ ദൈവത്തെ നമ്മൾ തിരിച്ചറിയുമ്പോൾ ദൈവം പറയുകയാണ് ഏക സത്യ ദൈവമാണ് നമ്മുടെ ദൈവം. അപ്പം ദൈവത്തെ അറിയുന്നത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ നിത്യജീവൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ദൈവത്തിൻ്റെ തിരുവചനം ഇപ്രകാരം പറയുന്നു. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാമത്തെ അധ്യായം അതിൻ്റെ 7 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ പഠിക്കുമ്പോൾ കാണുവാനായിട്ട് സാധ്യമാകുന്നു. പൗലോസ് പറയുന്നു, എങ്കിലും എനിക്ക് ലാഭമായിരിക്കുന്നത് എന്തിനേയും ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെന്ന് എണ്ണിയിരിക്കുന്നു. അത്രയുമല്ല, എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ സകലത്തെയും ഛേദമെന്ന് എണ്ണുന്നു എന്ന് ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു. പൗലോസിൻ്റെ ജീവിതത്തിൽ പൗലോസിനെ നമ്മൾ നോക്കുമ്പോൾ, പൗലോസ് എന്ന് പറയുന്ന വ്യക്തി ഏറ്റവും സമ്പന്നനായ ഒരു വ്യക്തിയാണ്. ഗമാലിയലിൻ്റെ ശിഷ്യനാണ്. ഗമാലിയലിൻ്റെ പാദപീഠത്തിലിരുന്ന് പഠിച്ച ഒരു വ്യക്തിയാണ്. പക്ഷേ ഹല്ലേലൂയ, അതെല്ലാം ഈ ലോകത്തിലുള്ള സകല കാര്യങ്ങളും തൻ്റെ കർത്താവ് നിമിത്തം സകലതും ചപ്പും ചവറുമായി എണ്ണുന്നത് കാണുവാനായിട്ട് സാധ്യമാണ്. നമ്മൾ പൗലോസിനെ പറ്റി പഠിക്കുന്ന സമയത്ത് ഒരു കപ്പൽ വരെ സ്വന്തമായിട്ട് ഉണ്ടായിരുന്ന ഒരു വ്യക്തി എന്ന് ചരിത്രങ്ങൾ പഠിപ്പിക്കുകയാണ്. അത്രത്തോളം ധനാഢ്യനായ മനുഷ്യൻ, റോമ പൗരത്വമുള്ള, ഇന്ന് നമ്മൾ അമേരിക്കയിലെ ഒരു സിറ്റിസൺഷിപ്പ് ഉള്ള എന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് പോലെ അക്കാലത്തിൽ റോമ പൗരത്വമുള്ള വ്യക്തിയായി ഈ ലോകത്തിൽ തനിക്ക് കിട്ടേണ്ട എല്ലാ നന്മകളും കിട്ടി, സന്തോഷങ്ങൾ അനുഭവിച്ച് ഈ ലോകത്തിൻ്റെ സുഖങ്ങൾ അനുഭവിച്ച വ്യക്തി പറയുകയാണ് താൻ യേശു ക്രിസ്തുവിനെ നിമിത്തം സകലതും ചപ്പും ചവറുമെന്ന് എണ്ണുന്നു എന്ന് ദൈവത്തിൻ്റെ തിരുവചനം പറയുകയാണ്. ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിൽ അപ്രകാരം ഒരു ഹല്ലേലൂയ നമ്മൾ അപ്രകാരം തന്നെ ആയിരിക്കാൻ തക്കവണ്ണം ദൈവം നമ്മെ ഇടയാക്കട്ടെ. ഈ ലോകത്തിലുള്ള സുഖങ്ങൾ, ഈ ലോകത്തിലുള്ള കാര്യങ്ങളെല്ലാം ക്ഷണികമാണ്. കാര്യം നമ്മൾ ഏത് നിമിഷമാണ് ഈ ലോകം വിട്ട് പോകുന്നതെന്ന് ചോദിച്ചാൽ നമുക്കറിയത്തില്ല. നമ്മൾ അങ്ങനെ ഒരു കാലഘട്ടത്താണ് നമ്മളായിരിക്കുന്നത്. യുദ്ധങ്ങളപ്പോൾ വരുമെന്നോ, ഇല്ലെങ്കിൽ പേമാരികളോ, മഴയോ, ഇല്ലെങ്കിൽ മറ്റുള്ള കൊടുങ്കാറ്റോ, ഇല്ലെങ്കിൽ മറ്റുള്ള പ്രയാസങ്ങളോ, രോഗങ്ങളോ ഏത് സമയത്താണ് വരുന്നതെന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ നമ്മളായിരിക്കുമ്പോൾ നമ്മളെ ദൈവം എന്തിനാണ് വിളിച്ചത്, എന്തിനാണ് വേർതിരിച്ചത് എന്ന് നമ്മൾ അറിയേണ്ട കാര്യം, ദൈവത്തെ അറിയുന്നതും ദൈവത്തിൻ്റെ പുത്രനായിരിക്കുന്ന ക്രിസ്തുവിനെ ആഴമായി അറിയുന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ദൈവത്തെ ആഴത്തിൽ നമുക്ക് അറിയുവാനായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ദൈവത്തെ അറിയണം. ദൈവത്തിൻ്റെ ആഴങ്ങളെ നമുക്ക് അറിയുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ തിരുവചനത്തിൽ പഠിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. രണ്ടാമത്തെ ദൈവത്തിൻ്റെ ഉദ്ദേശമെന്ന് പറയുന്നത് ദൈവവുമായി നിരപ്പ് പ്രാപിപ്പാൻ തക്കവണ്ണം ദൈവം നമ്മെ വിളിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ, യേശു ക്രിസ്തുവിൻ്റെ യാഗത്തിലൂടെ നമുക്ക് ലഭിച്ചതായ സമാധാനത്തെ ഹല്ലേലൂയ ദൈവം നമുക്ക് റിസ്റ്റോർ ചെയ്തു. പാപം മൂലം നഷ്ടപ്പെട്ട ആ ബന്ധം, ദൈവവുമായിട്ടുള്ള ബന്ധം, ഹല്ലേലൂയ ആഴമായ ഒരു സ്നേഹബന്ധം, ആദാം പാപം ചെയ്ത് മുഖാന്തരം വന്നു കയറിയതായ ആ ശാപം നിമിത്തം ബന്ധത്തെ കർത്താവ് തൻ്റെ പുത്രനായ ക്രിസ്തുവിലൂടെ അത് വീണ്ടെടുപ്പ് പിശാചിൻ്റെ കയ്യിൽ നിന്ന് തൻ്റെ മക്കളായിരിക്കുന്ന ജനത്തെ വിടുവിച്ച് ദൈവവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് ദൈവം നിരപ്പിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധ്യമാണ്. 2 കൊരിന്ത്യർ 5-ാം അധ്യായം 18-ാമത്തെ വാക്യം പറയുന്നു, അതിനൊക്കെയും ദൈവം തന്നെ കാരണഭൂതൻ, അവൻ നമ്മെ ക്രിസ്തു മൂലം തന്നോട് നിരപ്പിച്ചു, നിരപ്പിൻ്റെ
ശുശ്രൂഷ ഞങ്ങൾക്ക് തന്നിരിക്കുന്നു എന്ന് ദൈവത്തിൻ്റെ തിരുവചനം പറയുകയാണ് ദൈവം ഹല്ലേലൂയ ക്രിസ്തു മൂലം നമ്മെ നിരപ്പിച്ചു. ആരോടാണ് നിരപ്പിക്കുന്നത്? ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നമുക്ക് ദൈവം നമ്മെ നിരപ്പിച്ചിരിക്കുകയാണ്. ശത്രുക്കളായിരുന്ന സമയത്ത് നാം അവൻ്റെ പുത്രൻ്റെ മരണത്താൽ ദൈവത്തോട് നിരന്നു എങ്കിൽ നിരന്ന ശേഷം നാം അവൻ്റെ ജീവനാൽ എത്ര അധികമായി രക്ഷിക്കപ്പെടുമെന്ന് ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു. റോമർ 5:10 പറയുന്നു. അപ്പോൾ ശത്രുക്കളായിരുന്നപ്പോൾ, കാര്യം നാം പാപം ചെയ്യുന്ന സമയത്ത് പാപത്തിലായിരുന്നപ്പോൾ ദൈവത്തിൻ്റെ ശത്രുക്കളായിരുന്നു, പിശാചിൻ്റെ കയ്യിൽ നമ്മൾ അകപ്പെട്ടിരുന്നു. എന്നാൽ അവൻ്റെ പുത്രൻ്റെ മരണത്താൽ ഹല്ലേലൂയ ദൈവത്തോട് നിരന്നു എങ്കിൽ നിരന്ന ശേഷം നാം അവൻ്റെ ജീവനാൽ എത്ര അധികമായി രക്ഷിക്കപ്പെടുമെന്ന് ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു. 2 കൊരിന്ത്യർ 5:19 പറയുന്നു, ദൈവം ലോകത്തിന് ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തിൽ ക്രിസ്തുവിനെ തന്നോട് നിരപ്പിച്ചു പോന്നു എന്ന് ദൈവത്തിൻ്റെ തിരുവചനം പറയും. ദൈവം ലോകത്തിലെ ലംഘനങ്ങൾ കണക്കിട്ട്, ലംഘനങ്ങൾ എന്ന് വെച്ചാൽ പാപങ്ങളെ കണക്കിട്ടാതെ ലോകത്തിൽ ക്രിസ്തുവിനോട് തന്നോട് നിരപ്പിച്ചു പോകുന്നത് നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കുകയാണ്. ഹല്ലേലൂയ. എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ എല്ലാം വീടുകളിൽ ക്ലോക്കുണ്ട്. ക്ലോക്ക് ചില സമയങ്ങളിലൊക്കെ ചീത്തയാകാറുണ്ട്. നമ്മുടെ കയ്യിൽ കെട്ടിയിരിക്കുന്ന വാച്ചുകൾ, ക്ലോക്കൊക്കെ ചീത്തയാകാറുണ്ട്. അത് നമ്മൾ നന്നാക്കിയാൽ നമുക്കത് ചെയ്യാനായിട്ട് സാധ്യമല്ല. ഒരു പരിധിക്കപ്പുറം നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ബാറ്ററി മാറ്റിയിടുന്നത് പോലെയല്ല. എന്തെങ്കിലും ഒരു കേടുപാടുകൾ വന്നു കഴിഞ്ഞാൽ നമുക്കതിനെ പെട്ടെന്ന് തന്നെ നന്നാക്കിയെടുക്കാനായിട്ട് പറ്റത്തില്ല. ആ സമയത്ത് നമ്മൾ ഏതെങ്കിലും ഒരു വിദഗ്ധൻ്റെ അടുക്കൽ കൊണ്ടുപോയിട്ട്, അല്ലെങ്കിൽ റിപ്പയർ ചെയ്യുന്ന പഠിച്ച ഒരു വ്യക്തിയുടെ അടുക്കൽ കൊണ്ടുപോയി അതിനെ റിപ്പയർ ചെയ്യുമ്പോൾ മാത്രമേ അതിനെ പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, അതിൻ്റെ കേടുപാടുകളെ മാറ്റി നമുക്ക് വീണ്ടും അത് ഓടുന്ന കണ്ടീഷനിലേക്ക് വരാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞതുപോലെയാണ് ദൈവത്തെ ഹല്ലേലൂയ ദൈവത്തിൻ്റെ പാപത്തിൽ ആയിരുന്ന മനുഷ്യനെ ദൈവം വീണ്ടും എന്ത് ചെയ്തു? ദൈവത്തോടുള്ള ബന്ധത്തിലേക്ക് ദൈവം നമ്മളെ റിസ്റ്റോർ ചെയ്യുകയാണ്. ഹല്ലേലൂയ. ഒരു വിദഗ്ധനായ ഒരു ക്ലോക്ക് റിപ്പയർ ചെയ്യുന്ന ഒരു വ്യക്തിയെ പോലെ നമ്മുടെ ജീവിതത്തെ ദൈവം റിപ്പയർ ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ്. ഈ രാത്രി ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു ദൂത് പറയാം. നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും മേഖലകളിൽ പിശാചിനാൽ ബാധിക്കപ്പെട്ട് നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും പ്രതിസന്ധികളും വന്ന് പിശാച് കഴിഞ്ഞ നാളുകളിൽ കേടാക്കി കളഞ്ഞത്, നശിപ്പിച്ച് കളഞ്ഞത്, നിർമൂലമാക്കി കളഞ്ഞത്, പൊളിച്ച് കളഞ്ഞത്, അതിനെ റിസ്റ്റോർ ചെയ്യാൻ ഒരിക്കലും പിശാചിന് പറ്റത്തില്ല. കാര്യം വചനം പറയുന്നു, പിശാച് അറുക്കുവാനും മുടിക്കുവാനും നശിപ്പിക്കുവാനാണ് വരുന്നത്. എന്നാൽ ദൈവം വരുന്നത് ഹല്ലേലൂയ തൻ്റെ പുത്രനായിരിക്കുന്ന ക്രിസ്തുവിനെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് അവൻ നമ്മളെ ഹല്ലേലൂയ പൊളിച്ച് കളയാൻ വേണ്ടിയല്ല. പിശാച് പൊളിച്ചതിനെ ദൈവം പണിയുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ദൈവം പിശാച് നഷ്ടപ്പെടുത്തിയ സമാധാനത്തെ, നഷ്ടപ്പെടുത്തിയ കുടുംബജീവിതത്തെ, നഷ്ടപ്പെടുത്തിയ ദൈവിക സമാധാനത്തെ ദൈവം റിസ്റ്റോർ ചെയ്യുന്ന ദൈവമാണ്, നന്നാക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. അതാണ് നമ്മുടെ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഹല്ലേലൂയ. മൂന്നാമതായി നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഉദ്ദേശമെന്ന് പറയുന്നത് നാം ഹല്ലേലൂയ ക്രിസ്തുവിൻ്റെ സ്വഭാവത്തോട് അനുരൂപപ്പെട്ട് ജീവിക്കണമെന്നാണ്. ക്രിസ്തുവിൻ്റെ സ്വഭാവം നമുക്കില്ല. അത് സ്വാർത്ഥമായ മനസ്സാണ് നമ്മുടെ. എൻ്റെ കാര്യം മാത്രം മതി, വേറെ ഏവൻ്റെ കാര്യം എനിക്ക് തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ല. ഒരിക്കലും ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ബ്രദറെ ഞാൻ 6-7 വർഷമായി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കൃപാവരങ്ങൾ ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. കൃപാവരങ്ങളാൽ ഞാൻ ഞാൻ നിറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ എനിക്ക് ഒന്നിൻ്റെ ആവശ്യമില്ല. കാര്യം ഞാൻ സകലതും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. കാര്യം ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ കൃപാവരങ്ങൾ ഞാൻ ഓപ്പൺ ആക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഞാൻ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതം നടക്കുന്നുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് എനിക്കിതെല്ലാം മതി. ആരും എന്നെ പഠിപ്പിക്കേണ്ട കാര്യമില്ല. കാര്യം എല്ലാം എൻ്റെ റൂമിനകത്ത് ദൈവം ഇതെല്ലാം എന്നോട് സംസാരിക്കുകയാണ് എന്ന് പറയുന്നു. അപ്പം ഞാൻ ചിന്തിച്ചൊരു കാര്യം, ഇപ്പോൾ ഹല്ലേലൂയ ഞങ്ങളെല്ലാം 10, 23, 24 വർഷക്കാലം ദൈവിക ശുശ്രൂഷയിലായിരിക്കുകയാണ്. എന്നിട്ട് പോലും ഹല്ലേലൂയ ഞാൻ ചിന്തിച്ചൊരു കാര്യമാണ്, ദൈവ ശുശ്രൂഷ എന്ന് പറയുന്ന ദൈവത്തിൻ്റെയാണ്. ദൈവം ഒരാളെ വിളിക്കുമ്പോൾ, ദൈവം ഒരാളെ വേർതിരിക്കുമ്പോൾ, ദൈവം ഒരാളെ പണിയുമ്പോൾ ഹല്ലേലൂയ പെട്ടെന്നല്ല പണിയുന്നത്. ദൈവം പ്രോസസ്സ് ചെയ്താണ് പണിയുന്നത്. ദൈവം ടെസ്റ്റ് ചെയ്ത് പ്രൂവ് ചെയ്താണ് ദൈവം നമ്മെ പണിയുന്നത്. 2 ദിവസം പ്രാർത്ഥിക്കുന്നവൻ്റെ അഭിഷേകവും 6 മാസം പ്രാർത്ഥിച്ചവൻ്റെ അഭിഷേകവും 6 വർഷവും 60 വർഷവും ശുശ്രൂഷ ചെയ്തവൻ്റെ ശുശ്രൂഷയും ഇല്ലെങ്കിൽ അഭിഷേകവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. 60 വർഷം അന്യഭാഷയിൽ പ്രാർത്ഥിച്ച ഒരു ദൈവദാസൻ ഹല്ലേലൂയ ശുശ്രൂഷിക്കുന്നതും 6 വർഷം അന്യഭാഷയിൽ കണ്ടിന്യൂസ് ആയിട്ട് പ്രാർത്ഥിച്ച് ശുശ്രൂഷിക്കുന്നത് തമ്മിൽ വ്യത്യാസമുണ്ട്. ഒരിക്കൽ ഹല്ലേലൂയ ഞാനൊരു ദൈവദാസനെ എനിക്കറിയാം. ആ ദൈവദാസൻ ഏകദേശം 10, 26, 28 വർഷക്കാലമായിട്ട് തൻ പൈശാചിക ശക്തികളെല്ലാം പുറത്താക്കുകയും ശുശ്രൂഷയിൽ താൻ ആയിരിക്കുകയും ചെയ്യുന്ന ഒരു ദൈവദാസനാണ്. ആ ദൈവദാസനെ ദൈവം ശക്തമായി എടുത്തുപയോഗിക്കുകയാണ്. ദൈവം എങ്ങനെയാണ് ശക്തമായി എടുത്തുന്നത്? അദ്ദേഹം പറഞ്ഞൊരു കാര്യം, മണിക്കൂർ ഞാൻ ഒരു ദിവസം 6 മണിക്കൂറോളം ഞാൻ പ്രാർത്ഥിക്കും. 3-4 മണിക്കൂറുകൾ ദൈവസന്നിധിയിൽ ദൈവവചനം ഞാൻ പഠിക്കും. ഇങ്ങനെ ഞാൻ എൻ്റെ ജീവിതത്തെ ഞാൻ ക്രമീകരിച്ച് ഉപവാസത്തിലും പ്രാർത്ഥനയിലും വർഷങ്ങളായി ഞാൻ ഇരിക്കുകയാണ്. അങ്ങനെ അതിനു വേണ്ടി ഇരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ദൈവത്തിൻ്റെ ശബ്ദം ഞാൻ കേൾക്കുവാൻ ആഗ്രഹിക്കും. ദൈവം എന്നോട് പറയുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ ചെയ്യത്തുള്ളൂ.
ദൈവം പറയാത്ത കാര്യങ്ങൾ ചെയ്യത്തില്ല എന്ന് പറയുന്നിടയെ. അപ്പോൾ ദൈവം നമുക്ക് തന്നിരിക്കുന്ന പരിജ്ഞാനമുണ്ട്. ആ പരിജ്ഞാനത്തിനൊത്തവണ്ണമാണ് ഹല്ലേലൂയ നമ്മളാകേണ്ടത്. നമ്മൾ ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിന് അനുരൂപപ്പെട്ട് ജീവിക്കണം. നമുക്ക് പലപ്പോഴും അനുരൂപപ്പെടാനായിട്ട് പറ്റത്തില്ല. എനിക്ക് ഒരാളോട് അനുരൂപപ്പെടണമെങ്കിൽ എൻ്റെ സ്വഭാവം ആ വ്യക്തിയോട് ചേർന്നിരിക്കേണ്ടത് ആവശ്യമാണ്. എനിക്ക് ആ വ്യക്തിയോട് ചേർച്ചയില്ല എങ്കിൽ, എനിക്ക് ആ വ്യക്തിയോട് സ്നേഹമില്ല എങ്കിൽ എനിക്ക് ഒരുമിച്ച് പോകാനായിട്ട് പറ്റത്തേയില്ല. ഹല്ലേലൂയ. എൻ്റെ സ്വഭാവം ആ വ്യക്തിയുടെ സ്വഭാവം തമ്മിൽ വ്യത്യസ്തമാണെങ്കിൽ എനിക്ക് അനുരൂപപ്പെട്ട് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. പക്ഷേ നമ്മൾ ക്രിസ്തുവിനോട് നമ്മൾ ചേർന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സ്വഭാവമല്ല, ക്രിസ്തുവിൻ്റെ സ്വഭാവം നമ്മളിൽ നിന്ന് വെളിപ്പെട്ട് വരണം. ഓരോ നിമിഷവും നമ്മൾ ഓരോ ദിവസവും കഴിയുന്തോറും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സ്വഭാവങ്ങളെ മാറ്റി, ജഡീക സ്വഭാവങ്ങളെ മാറ്റി, പാപ സ്വഭാവങ്ങളെ മാറ്റി ക്രിസ്തുവിൻ്റെ സ്വഭാവത്തെ നമ്മൾ നിന്ന് വെളിപ്പെടുത്തി വരുന്നവരായി മാറണമെന്ന് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു, റോമർക്ക് ലേഖനം 8:29 പറയുന്നു, അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടത് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപമാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു എന്ന് ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു. റോമർക്ക് ലേഖനം 8:37 പറയുന്നു, നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം നാം അതിലൊക്കെ പൂർണ്ണ ജയം പ്രാപിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ ദൈവം തൻ്റെ സ്വരൂപത്തോട് അനുരൂപപ്പെട്ട് ജീവിപ്പാൻ നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അനുരൂപപ്പെട്ട് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതം മാറുവാനിടയായിത്തീരും. ഹല്ലേലൂയ. ഞാൻ പലപ്പോഴും ചിന്തിച്ചൊരു കാര്യമുണ്ട്. ഞാൻ ഇന്നലെ ഒരു മീറ്റിങ്ങിൽ ഞാൻ ഇങ്ങനെ പറയുകയുണ്ടായി. പറഞ്ഞ സമയത്ത് പല ആൾക്കാർക്കും പ്രയാസം തോന്നിയിട്ടും ഞാൻ എന്ത് ചെയ്തു, ഞാനൊന്ന് പറയേണ്ട ഉത്തരവാദിത്തം എനിക്കുള്ളത് കൊണ്ട് ഞാനങ്ങ് പറഞ്ഞ ഒറ്റ കാര്യം ഇങ്ങനെയാണ്. ഞാൻ 10-23 വർഷത്തോളം ശുശ്രൂഷ മേഖലയിലായിരിക്കുകയാണ്. അനേകർ ഈ ശുശ്രൂഷയുമായിട്ട് ബന്ധപ്പെട്ട് പലരും ചതിയിലൂടെയും വഞ്ചനയിലൂടെയും ആവശ്യമില്ലാത്ത തട്ടിപ്പും വെട്ടിപ്പൊക്കെ നടത്തിയിട്ട് പല കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ അവരെല്ലാം കുറച്ച് നാൾ കഴിഞ്ഞപ്പം ശുശ്രൂഷയിലൊന്നും കാണാതെ പിന്നത്തേതിൽ അവരെ കുടുംബമെല്ലാം ശാപത്തിൻ്റെ കീഴിലായി പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ദൈവം നമ്മളെ എടുത്ത് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ദൈവത്തിൻ്റെ കയ്യിൽ വെറും ആയുധങ്ങളാണ് നാം എല്ലാവരും. നമുക്ക് പറയുവാനോ പ്രശംസിപ്പാനോ ഒന്നുമില്ല. നമ്മളൊരു പ്രാർത്ഥിച്ച് ഞാൻ ആ സമയത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഞങ്ങളായിരിക്കുന്ന ഓർഗനൈസേഷനിൽ ഞങ്ങൾക്ക് എഴുതി വയ്ക്കുവാൻ 10,000 ലക്ഷക്കണക്കിന് സാക്ഷ്യങ്ങൾ ഞങ്ങൾക്ക് പറയുവാനായിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും കൊണ്ടിട്ട് ഞങ്ങൾക്ക് അകത്തെ മനുഷ്യൻ അല്പം പോലും ഞങ്ങൾക്ക് ഒരു ഫീലിങ്സ് ഉണ്ടായിട്ടില്ല. കാര്യം നമ്മളല്ല ചെയ്യുന്നത്, നമ്മളെ ചെയ്യിപ്പിക്കുന്നതെല്ലാം കർത്താവാണ്. കർത്താവിൻ്റെ യേശുവിൻ്റെ നാമത്തിലാണ് ചെയ്യുന്നത്. എൻ്റെ നാമത്തിലല്ല, യേശുവിൻ്റെ നാമത്തിലാണ് ചെയ്യുന്നത്. യേശുവിൻ്റെ നാമത്തിലാണ് ഒരാൾ സൗഖ്യം പ്രാപിക്കുന്നത്. യേശുവിൻ്റെ നാമത്തിലാണ് അത്ഭുതം പ്രവർത്തിക്കുന്നത്. യേശു കർത്താവാണ് നിൻ്റെ പാപത്തിൻ്റെ മറുവിലേക്ക് വേണ്ടി തൻ്റെ രക്തത്തെ തന്ന് നിന്നെ വിലയ്ക്ക് വാങ്ങിയത്. ഇല്ലാതെ എൻ്റെ പേരിലല്ല, ബ്രദർ സുബിൻ്റെ പേരിലല്ല. ഹല്ലേലൂയ. ഞാൻ പ്രാർത്ഥിക്കുന്നത് കൊണ്ടല്ല, പ്രവർത്തിക്കുന്നത് ദൈവത്തിൻ്റെ ശക്തി കൊണ്ടാണ്. പ്രവർത്തിക്കുന്നത് യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തിയാണ്. ഹല്ലേലൂയ. നാലാമതായി നാം ഹല്ലേലൂയ നമ്മെപ്പോലെ തന്നെ നമ്മുടെ കൂട്ടുകാരെയും സ്നേഹിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ കൂട്ടുകാരെന്ന് പറയുന്നത് നമ്മളെപ്പോഴും ചിന്തിക്കണം. പലപ്പോഴും നമ്മുടെ ഈ ലോകത്തിൽ 2 തരത്തിലുള്ള കൂട്ടുകാരുണ്ട്. പലപ്പോഴും നമ്മൾ കൂട്ടുകാരെ തിരഞ്ഞെടുക്കുമ്പോൾ പലപ്പോഴും നമ്മൾ തിക്തമായ അനുഭവങ്ങളിലാണ് പലപ്പോഴും പോകുന്നത്. പലരും നമ്മുടെ ജീവിതത്തിൽ ഒരു ഭാരം വരുമ്പോൾ, വേദന വരുമ്പോൾ, നിരാശ വരുമ്പോൾ നമ്മളൊന്ന് പ്രാർത്ഥിച്ച് സഹായിക്കാനോ നമ്മളെ ഒന്ന് ആശ്വസിപ്പിക്കാനോ പലരും കാണത്തില്ല. ആ സമയത്ത് പലപ്പോഴും നമ്മളെ കുറ്റപ്പെടുത്തുവാനും നമ്മളെ വേദനിപ്പിക്കുവാൻ മാത്രമേ പലരും നമ്മുടെ ജീവിതത്തിലുണ്ടാകത്തുള്ളൂ. എന്നാൽ ഹല്ലേലൂയ നല്ല സ്നേഹിതന് പോകും. ഹല്ലേലൂയ നമ്മുടെ കൂടെ ആയിരിക്കാൻ തക്കവണ്ണം കർത്താവ് നമ്മെ ഇടയാക്കി തീർക്കും. നമ്മുടെ കൂടെ കാണും. അപ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന കാര്യം ഇതാണ്. ഏറ്റവും യേശു കർത്താവ് ഇപ്രകാരമാണ് പറയുന്നത്. മത്തായി സുവിശേഷം 22-ാം അധ്യായം 37 മുതൽ 39 വാക്യങ്ങളൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. യേശുവിനോട് നിൻ്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം. അത് ദൈവത്തിൻ്റെ കൽപ്പനയാണ്. ദൈവത്തിൻ്റെ പ്രധാനപ്പെട്ട കൽപ്പനയാണ്. കർത്താവ് യേശു ക്രിസ്തുവിനെ നാം പൂർണ്ണ ഹൃദയത്തോട് സ്നേഹിക്കണം, പൂർണ്ണ മനസ്സോടെ സ്നേഹിക്കണം, ഹല്ലേലൂയ പൂർണ്ണ ആത്മാവോടെ സ്നേഹിക്കണം. ദൈവത്തിൻ്റെ ഒന്നാമത്തെ കൽപ്പനയാണ്. രണ്ടാമത്തെ കൽപ്പനയെന്ന് പറയുന്ന കൂട്ടുകാരൻ അതുപോലെ തന്നെ കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണമെന്ന് ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു. ഹല്ലേലൂയ. അപ്പോൾ കൂട്ടുകാരനെ അതിൽ ഗലാത്യർ 5:44 പറയുന്നു, കൂട്ടുകാരൻ നിന്നെപ്പോലെ സ്നേഹിക്കണമെന്നത് ഒറ്റ വാക്കിൽ തന്നെ സകല ന്യായപ്രമാണം അടങ്ങിയിരിക്കുന്നു എന്ന് ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു. യോഹന്നാൻ 13:35 പറയുന്നു, നിങ്ങൾക്ക് തമ്മിൽ സ്നേഹമുണ്ട് എങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരറിയുമെന്ന് ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു.
നിങ്ങൾ തമ്മിൽ സ്നേഹമാണ്. പക്ഷേ സ്നേഹത്തിന് പലപ്പോഴും പല വ്യാഖ്യാനങ്ങളാണ് കൊടുക്കാറുള്ളത്. പലരും പറയും പ്രേമമെന്നാണ്. പ്രേമം അങ്ങനെയല്ല. പ്രേമം എന്ന വാക്കിന് അശുദ്ധിയുടെ അർത്ഥമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പ്രേമമല്ല, ശരിക്കും സ്നേഹമെന്ന് പറയുന്ന വാക്കാണ് കൊടുത്തിരിക്കുന്നത്. സ്നേഹം, അതിന് ദൈവം ആഗ്രഹിക്കുന്ന കാര്യം തമ്മിൽ സ്നേഹമുണ്ടായിരിക്കണം. അതൊരു ഡിവൈൻ സ്നേഹമാണ്. ഹല്ലേലൂയ. അത് അശുദ്ധിയുടെ സ്നേഹമല്ല. ഒരു കാമുകനും കാമുകിയുടെ നല്ല സ്നേഹമല്ല. നാമും ദൈവവും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്ന അപ്പനും മക്കളും പോലെയുള്ള സ്നേഹമാണ്. അപ്പോൾ അങ്ങനെ ഒരു സ്നേഹബന്ധത്തിൽ ദൈവം നമ്മെക്കുറിച്ച് അങ്ങനെയുള്ള ഒരു സ്നേഹബന്ധം ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ സ്നേഹമുണ്ട് എങ്കിൽ നാം കർത്താവിൻ്റെ ശിഷ്യന്മാരായിരിക്കുന്നു എന്ന് ഹല്ലേലൂയ നമുക്കറിയുവാനായിട്ട് സാധ്യമാണ്. ഈ ഹല്ലേലൂയ ഇത് തമ്മിൽ നമുക്ക് നമുക്ക് രണ്ട് ലങ്സ് ഉള്ള പോലെയാണ് ഇത് കാര്യം എന്ന് വെച്ചാൽ, ഒന്ന് ദൈവത്തോടുള്ള സ്നേഹവും, രണ്ട് മനുഷ്യനോടുള്ള സ്നേഹം. നമുക്ക് പലപ്പോഴും ദൈവത്തെ നമുക്ക് സ്നേഹിക്കാൻ താല്പര്യമുണ്ട്, പക്ഷേ മനുഷ്യനെ നമുക്ക് അല്പം പോലും സ്നേഹിക്കാൻ താല്പര്യമില്ല. നമ്മൾ ചിന്തിക്കുന്ന കാര്യം മനുഷ്യൻ നമ്മളെ പറ്റി എന്ത് ചിന്തിക്കും, മനുഷ്യനെ പറ്റി നമ്മളൊന്നും ചിന്തിക്കാറില്ല. നമ്മൾ സ്വാർത്ഥമായി ചിന്തിക്കുകയാണ്. സ്വാർത്ഥമായി പോകുന്ന വ്യക്തികളല്ല പലപ്പോഴും കുറച്ച് നാൾ കഴിയുമ്പോൾ അവർ നിൽക്കുന്ന സ്ഥലം കാണത്തേയില്ല. ഹല്ലേലൂയ. പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, പലരും അവർ പല രീതികളിൽ അവർ ശുശ്രൂഷകൾക്ക് വേണ്ടിയിട്ട് അവരങ്ങനെ പോകുമ്പോൾ, പലരും പല കാര്യങ്ങൾക്ക് വേണ്ടി ഓടുമ്പോൾ, പലരും പല വ്യക്തിപരമായ ദൈവത്തോടുള്ള ബന്ധത്തെ വിട്ടിട്ട് ഈ ലോകത്തിൻ്റെ സുഖങ്ങൾക്ക് വേണ്ടിയിട്ട് ഓടുമ്പോൾ മുമ്പോട്ട് അധികമായിട്ട് ഓടുവാനായിട്ട് പറ്റത്തില്ല എന്ന് നമ്മൾ തിരിച്ചറിയേണ്ട ആവശ്യമാണ്. ദൈവത്തിൻ്റെ തിരുവചനം പറയുന്ന ഗലാത്യർക്ക് ഇത് ലേഖനം 5-ാം അധ്യായം 22-23 വാക്യം പറയുന്ന, ആത്മാവിൻ്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയമാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഫലം കായ്ക്കണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. ഫലമുള്ള വ്യക്തികളായി മാറണം. ഫലം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. സ്നേഹമുണ്ടാകണം, സന്തോഷമുണ്ടാകണം, സമാധാനം. നമ്മൾ എവിടെയെങ്കിലും ആയിരുന്നല്ല, ഒരു സമാധാനം കൊടുക്കുന്നവരായിരിക്കണം. ഇന്ദ്രിയ ജയമുള്ള വ്യക്തികളായിരിക്കണം. നമ്മൾ നിൽക്കുന്നത് എങ്ങനെയാണ്, എവിടെ പോയിരുന്നാലും ക്രിസ്തുവിൻ്റെ സ്വഭാവം വെളിപ്പെടുത്തുന്നവരായി മാറണം. ഹല്ലേലൂയ. നമ്മളെ പിശാചിൻ്റെ സ്വഭാവം വെളിപ്പെടുത്തുന്നവരല്ല. യേശുവേ യേശുവേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ വ്യക്തികളുമായിട്ട് അടുക്കുമ്പോൾ പിശാചിൻ്റെ സ്വഭാവമാണ്. പിശാചിൻ്റെ സ്വഭാവമല്ല, നാം ദൈവത്തിൻ്റെ മക്കളാണ് എന്ന് തിരിച്ചറിയണം. ഹല്ലേലൂയ. നാം ദൈവത്തിൻ്റെ സ്ഥാനാപതികളാണ്. ഹല്ലേലൂയ. നമ്മുടെ ഉദ്ദേശം, ദൈവം നമ്മെ വിളിച്ചിരിക്കുന്ന ഉദ്ദേശം ദൈവത്തിൻ്റെ സ്ഥാനാപതിയാണ്. നമുക്കറിയാം, അംബാസഡേഴ്സ് എന്ന് പറയുന്നത് ഹല്ലേലൂയ ഒരു രാജ്യത്തിൻ്റെ ഔദ്യോഗിക പ്രതിനിധിയായിട്ട് ദൈവം നമ്മെ ആക്കിയിരിക്കുകയാണ്. ഏത് രാജ്യത്തിൻ്റെയാണ്? സ്വർഗ്ഗരാജ്യത്തിൻ്റെ പ്രതിനിധികളാണ് നാം എല്ലാവരും. ദൈവവേലക്കാരെന്ന് പറയുന്ന സ്വർഗ്ഗരാജ്യത്തിൻ്റെ പ്രതിനിധികളാണ്. ആയതിനാൽ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നാം ഹല്ലേലൂയ ദൈവത്തെ പോലെ ആയിരിക്കണം. ഹല്ലേലൂയ. നമ്മളെപ്പോലെ അല്ല, ദൈവത്തെ പോലെ ആയിരിക്കാനാണ് ദൈവം നമ്മെ വിളിച്ചത്. അപ്പോൾ ആ ഒരു തരത്തിലേക്ക് നമ്മൾ ഉയർന്നു വരുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് നമ്മെ ഈ ദിവസങ്ങളിൽ സഹായിക്കട്ടെ. ഹല്ലേലൂയ. വചനം ഇപ്രകാരമാണ് പറയുന്നത്. മത്തായി സുവിശേഷം 28-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യം പറയുന്ന, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കണം. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് എൻ്റെ സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിനെന്ന് ദൈവത്തിൻ്റെ തിരുവചനം പറയാൻ. ഇവിടെയെല്ലാം ദൈവത്തിൻ്റെ ഒരു സ്ഥാനാപതികളാക്കി ദൈവം നമ്മെക്കുറിച്ച് ആക്കിയിരിക്കുമ്പോൾ ആ സ്ഥാനാപതി എന്ന ബോധ്യത്തോടെയാണ് നമ്മൾ ആയിരിക്കേണ്ടത്. നമ്മളായിരിക്കുമ്പോൾ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് നാം ദൈവത്തിൻ്റെ പ്രതിനിധിയാണ്. അല്ലെങ്കിൽ ആ പ്രതിനിധി എങ്ങനെയാണ്? ആ രാജ്യത്തിൻ്റെ ആ സ്റ്റാൻഡേർഡിനൊത്തവണ്ണം നമ്മളായിരിക്കണം. ഹല്ലേലൂയ. ആ സ്റ്റാൻഡേർഡ് നമ്മൾ കീപ്പ് ചെയ്യേണ്ടത് ആവശ്യമാണ് എന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. നമ്മൾ ഹല്ലേലൂയ ഒരു സ്ഥാനാപതി ആയിരിക്കുമ്പോൾ തന്നെ ഹല്ലേലൂയ നമ്മൾ കൃപാവരങ്ങളാൽ ദൈവം നമ്മെ നിറയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ദൈവത്തിൻ്റെ പദ്ധതി എന്ന് പറയുന്നത് ദൈവം തന്നെ അഭിഷേകം ചെയ്ത് തൻ്റെ ആത്മാവിനെ ദൈവം നമുക്ക് തന്ന്, തൻ്റെ ആത്മാവാകുന്ന പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് നമ്മുടെ ഉള്ളിൽ ദൈവം തന്നിരിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശമെന്ന് പറയുന്നത് തന്നെ പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുന്ന ഏറ്റവും പ്രത്യേകത ദൈവത്തിൻ്റെ ഹല്ലേലൂയ ദൈവത്തെ നമ്മളെ മറ്റുള്ളവരുടെ മുമ്പിൽ മാനിഫെസ്റ്റ് ചെയ്യുക, മറ്റുള്ളവരുടെ മുമ്പിൽ വെളിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. ദൈവത്തിൻ്റെ തിരുവചനത്തിൽ വ്യക്തമായി നമുക്ക് കാണുവാനായിട്ട് സാധ്യമാണ്. 1 പത്രോസ് 4:10 പറയുന്നു, ഓരോരുത്തരും വരം ലഭിച്ചതുപോലെ വിവിധമായുള്ള ദൈവകൃപയുടെ നല്ല ഗ്രഹവിചാരകനായി അതിനെക്കൊണ്ട് അന്യോന്യം ശുശ്രൂഷിപ്പിനെന്ന് ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു. അപ്പോൾ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു കൃപാവരങ്ങളുണ്ട്. ആ കൃപാവരങ്ങൾ ദൈവത്തിൻ്റെ രാജ്യത്തിന് വേണ്ടി, ദൈവത്തിൻ്റെ പദ്ധതിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കണം. ഈ ലോകത്ത് നമ്മളായിരിക്കുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയ പദ്ധതി എന്ന് പറയുന്നത് ഹല്ലേലൂയ ദൈവത്തിന് കിട്ടുന്ന സമയങ്ങൾ ദൈവത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഹല്ലേലൂയ പ്രത്യേകത എന്ന് പറയുന്നത്. നമ്മൾ അപ്പോസ്തലന്മാരെ നമ്മൾ നോക്കുമ്പോൾ, പ്രവാചകന്മാരെ, ഇടയ ശുശ്രൂഷകളൊക്കെ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധമെന്ന് പറയുന്നത്, പദ്ധതി എന്ന് പറയുന്നത് ദൈവരാജ്യത്തിൻ്റെ സഭയുടെ കെട്ടുപണിക്ക് വേണ്ടിയിട്ട് ഓരോരുത്തരെയും ഓരോ അവയവങ്ങളാക്കി ദൈവം നമ്മെ നിർത്തിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.
നമുക്ക് ഈ ഭൂമിയിൽ നമ്മളായിരിക്കുമ്പോൾ അടുത്തതായി നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഉദ്ദേശമെന്ന് പറയുന്നത്, ഒരു ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഉദ്ദേശമെന്ന് പറയുന്നത് നാം വിശ്വാസത്തിൽ നടക്കുക എന്നതാണ്. കാഴ്ചയാലല്ല, വിശ്വാസത്തിൽ നടക്കണം. നമ്മൾ കണ്ടുകൊണ്ട് ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റത്തേയില്ല. ഹല്ലേലൂയ. നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾ കാണുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പലപ്പോഴും പറയുന്ന കാര്യങ്ങളും കാണുന്ന കാര്യങ്ങളെക്കുറിച്ച് ജീവിക്കുന്ന വ്യക്തികളല്ല നാം. നമ്മളെല്ലാം കാഴ്ചയാലല്ല കാണുന്ന, വിശ്വാസത്താൽ കാണുന്ന വ്യക്തികളാണ്. അപ്പോൾ ഈ വിശ്വാസത്താൽ കാണുമ്പോൾ ഹല്ലേലൂയ, നമ്മുടെ വിശ്വാസം വർദ്ധിച്ചു വരണമെങ്കിൽ ആ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മളായിരിക്കുന്നത് പോലെ തന്നെ ദൈവവചനത്തിൽ ആഴമായൊരു ബന്ധം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. പലപ്പോഴും വിശ്വാസ ജീവിതത്തിൽ കോട്ടങ്ങളെ വരുത്തുവാൻ, വിശ്വാസ ജീവിതത്തെ തകർത്ത് കളയുവാൻ, വിശ്വാസ ജീവിതത്തെ ഒരു കാറ്റിനെ പോലെ അടിച്ചു ഉലയ്ക്കുവാനായിട്ട് പിശാച് ഏതൊക്കെ തരത്തിൽ പദ്ധതികൾ ഇടുമെന്ന് ചോദിച്ചാൽ നമുക്കറിയത്തേയില്ല. ഒരിക്കലും ഒരു ശുശ്രൂഷയ്ക്ക് ഞാനായിരിക്കുന്ന സമയത്ത്, ഒരു മീറ്റിങ്ങിലായിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് പരിശുദ്ധാത്മാവിനോട് ഇപ്രകാരമാണ് പറഞ്ഞത്. മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് പരിശുദ്ധാത്മാവിനോട് പറഞ്ഞ ആ വലത്ത് ഭാഗത്ത് ഒരു ദൈവദാസൻ വന്നിട്ടുണ്ട്. ആ ദൈവദാസൻ്റെ ജീവിതത്തിലേക്ക് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുവാനായിട്ട് പോവുകയാണ്. അദ്ദേഹത്തിൻ്റെ വൈഫുമായിട്ട് ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് അവരെ തകർന്ന ഒരു കുടുംബമാണ്. രോഗത്തോടെ പ്രയാസത്തോടെ ആയിരിക്കുമ്പോൾ പ്രതീക്ഷ നഷ്ടപ്പെട്ടിരിക്കുകയാണ് എന്ന് പരിശുദ്ധാത്മാവ് എൻ്റെ അടുത്ത് പറയാനിടയായി. ഞാൻ ആ വ്യക്തി ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. അദ്ദേഹം ഒരു ശുശ്രൂഷകനാണെന്നോ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ രോഗമുണ്ടെന്നോ ആ രോഗങ്ങളെല്ലാം പരിശുദ്ധാത്മാവെന്ന് വെളിപ്പെടുത്തി. എന്ത് രോഗമാണെന്ന് ചോദിച്ചപ്പോൾ എനിക്കറിയത്തില്ല, വ്യക്തിപരമായിട്ട് എനിക്കറിയില്ല. പക്ഷെ പരിശുദ്ധാത്മാവ് പറഞ്ഞപ്പോൾ ഞാനത് വിളിച്ചു പറഞ്ഞു. പക്ഷെ പിന്നത്തേതിൽ ആ മനുഷ്യൻ വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം, ബ്രദർ പറഞ്ഞത് എൻ്റെ ജീവിതത്തിൽ നിങ്ങളെ കണ്ടിട്ടില്ല. ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങളെ കണ്ടിട്ടില്ല, ഞങ്ങൾ വേറെ ഏതോ സ്ഥലത്ത് നിന്ന് RCCയിൽ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി വന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ ഞാൻ പറയട്ടെ, ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ ആ ദൈവം അന്ന് ചലിച്ചപ്പോൾ ആ മനുഷ്യൻ്റെ ശുശ്രൂഷയെ തകർത്ത് കളയാൻ വേണ്ടി പിശാച് ശ്രമിച്ചതാണ്. പക്ഷേ നിലനിർത്തുന്നത് ദൈവത്തിൻ്റെ കൃപയാണ്. ആ നിലനിർത്തിയ ആ കൃപയെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഒരൊറ്റ വാക്കുകൊണ്ട് ആ മനുഷ്യൻ പിടിച്ചു നിൽക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ മനസ്സിൽ, നമ്മുടെ ശരീരത്തിൽ ഏതൊക്കെ തരത്തിലുള്ള വൈറസുകളുണ്ടെന്ന് ചോദിച്ചാൽ അറിയത്തില്ല. ചിലതൊക്കെ കണ്ടുപിടിക്കുന്നു, ചിലതൊക്കെ കാണാതിരിക്കുന്നു, ചിലതൊക്കെ വെളിപ്പെട്ട് വരും, ചിലതൊന്നും വെളിപ്പെട്ട് വരുന്നില്ല. നമ്മൾ നിൽക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാൽ. നമുക്ക് പറയുവാനോ പ്രശംസിക്കാനൊന്നുമില്ല. അവസാന നിമിഷം വരെയും ദൈവരാജ്യത്തിന് വേണ്ടി ഓടുക, ദൈവരാജ്യത്തിന് വേണ്ടി അധ്വാനിക്കുക എന്നതാണ്. അടുത്തതായി ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി സകലതും ചെയ്യണം. ഏത് കാര്യം ചെയ്താലും ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ചെയ്യണം. നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെറിയ കാര്യങ്ങളും ചെയ്യുവാൻ നമുക്കൊരു മനസ്സുണ്ടാകണം. ഒരു ദൈവദാസനെന്നോ ഒരു വിശ്വാസിയെന്നോ നമ്മളായിരിക്കുന്നെങ്കിൽ ചെറിയ കാര്യങ്ങൾ ചെയ്യുവാൻ നമുക്കൊരു മനസ്സുണ്ടാകണം. ഒരിക്കലൊരു ദൈവദാസൻ്റെ അടുക്കൽ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ഞങ്ങളൊരു വാൾ പോസ്റ്റ് ഒട്ടിക്കാനായിട്ട് പോകുകയാണ്, നിങ്ങളോട് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു, പരിശുദ്ധാത്മാവ് എന്നോട് പറയുകയാണ് വരരുതെന്ന് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചിന്തിച്ചൊരു കാര്യം, അപ്പോൾ പെട്ടെന്ന് ഞാൻ ആ വ്യക്തിയോട് ചോദിച്ചു, പരിശുദ്ധാത്മാവ് സകല കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് പറയുമോ എന്ന് ചോദിച്ചു. അപ്പോൾ വെറുതെ ചുമ്മാ പറയുകയാണ്, പരിശുദ്ധാത്മാവ് അത് പറഞ്ഞു, പരിശുദ്ധാത്മാവ് ഇത് പറഞ്ഞു എന്ന് പറഞ്ഞ് വെറുതെ പറയുകയാണ്. അപ്പോൾ പരിശുദ്ധാത്മാവ് എന്ത് പറയും, പരിശുദ്ധാത്മാവ് എന്ത് പറയില്ല എന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. ആ മനുഷ്യന് വരാനായിട്ട് താല്പര്യമില്ല. ആ മനുഷ്യന് അടുത്ത് കിടക്കുന്ന ഒരു ചെറിയ ഒരു ശുശ്രൂഷ ചെയ്യുമ്പോൾ കുനിഞ്ഞൊരു കുപ്പയെടുക്കാൻ പോലും ആ മനുഷ്യന് താല്പര്യമില്ല. നമുക്കൊരു അപ്പോസ്തലിക ശുശ്രൂഷയുണ്ടെങ്കിൽ, നമുക്കൊരു പ്രവാചക ശുശ്രൂഷയുണ്ടെങ്കിൽ, നമുക്കൊരു ദൈവ വിളിയുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ സകല കാര്യങ്ങൾ നമുക്ക് ചെയ്യുവാനായിട്ട് നമുക്കൊരു മനസ്സുണ്ടായിരിക്കണം. ഒരു ലീഡർ, ഞാനത് കർത്താവിൻ്റെ ദാസന് PG വർഗീസ് അങ്കിളിനെ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. അദ്ദേഹം എന്തെങ്കിലും ഒരു ശുശ്രൂഷയിൽ തന്നെ എത്രയോ വർഷങ്ങളായി അദ്ദേഹം മനുഷ്യൻ ശുശ്രൂഷയിലായിരിക്കുകയാണ്. ആ മനുഷ്യൻ്റെ ശുശ്രൂഷയിൽ ആയിരിക്കുമ്പോൾ താൻ തന്നെ ഫ്രണ്ടിൽ നിന്ന് ചില കാര്യങ്ങൾ ചെയ്ത് കാണിച്ചു കൊടുക്കും. അല്ല, എനിക്കറിയുന്ന ഒരു നോർത്ത് ഇന്ത്യയിൽ ശുശ്രൂഷ ചെയ്യുന്ന ഒരു ദേവദാസനുണ്ട്. ആ ദേവദാസൻ പറഞ്ഞൊരു കാര്യമാണ്, എനിക്കെല്ലാ കാര്യം എൻ്റെ മിനിസ്ട്രിയിൽ സകല കാര്യങ്ങൾ എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാനായിട്ടും, ഇവരെല്ലാം നാളെ ഇട്ടെറിഞ്ഞിട്ട് പോയാൽ പോലും എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാനായിട്ടുള്ള കാര്യം എനിക്കറിയാം. കാര്യം ഞാൻ സകല കാര്യങ്ങൾ ചെയ്ത് പഠിച്ചു വന്ന ആളാണ്. ഓരോ കാര്യങ്ങളും ചെയ്ത് പഠിച്ച കാര്യം ശുശ്രൂഷയുടെ ആരംഭത്തിൽ ഒന്നും അറിയത്തില്ല. അപ്പോൾ ചെയ്ത് പഠിച്ചു വന്ന ആളാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാനായിട്ട് സാധ്യമാണ്. കാര്യം ചില കാര്യങ്ങളൊന്നും ചില ആൾക്കാർ ചെയ്യത്തില്ല. അയ്യോ, ലജ്ജയാണ്. ചില കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ലജ്ജയാണ്. ഒരാൾക്കൊരു ദൈവദാസൻ്റെ ഒരു വെള്ളം എടുത്തു കൊടുക്കാൻ താഴ്മയില്ല, ഭയങ്കര സ്പിരിച്വൽ പ്രൈഡാണ്. 2 കൃപാവരം ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, 2 വെളിപ്പാട് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, 4 പ്രവചനം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിലത്തല്ല, പിന്നെ ആകാശത്താണ്. ഹല്ലേലൂയ. ഇതൊന്നും നമ്മുടെ കഴിവല്ല, ഇതെല്ലാം ദൈവത്തിൻ്റെ കൃപയാണ്. ദൈവത്തിൻ്റെ കൃപയില്ലാതെ നമുക്ക് മുമ്പോട്ട് പോകാനായിട്ട് പറ്റത്തേയില്ല. അല്ലെങ്കിൽ ഞാൻ പറയാറുണ്ട്, ഈ തിരുവനന്തപുരം പട്ടണത്തിൽ അനേകം ദൈവദാസന്മാർ വീണുപോയത് ഞാൻ കണ്ടിട്ടുണ്ട്. വീണുപോയത് സ്പിരിച്വൽ പ്രൈഡ് കാരണം, ആത്മീയ നിഗളം കാരണം വീണുപോയത് ഞാൻ കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയൊന്നും ആകാതിരിപ്പാൻ തക്കവണ്ണം ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. വചനം പറയുന്നു, 1 കൊരിന്ത്യർ 10:31 പറയുകയാണ്, ആകയാൽ നിങ്ങൾ എന്ത് തിന്നാലും
കുടിച്ചാലും എന്ത് ചെയ്താലും എല്ലാം ദൈവത്തിൻ്റെ മഹത്വത്തിനായി ചെയ്യണമെന്ന്. നമ്മളെന്ത് കഴിച്ചാലാകട്ടെ, കുടിച്ചാലാകട്ടെ, എന്തെങ്കിലും ചെയ്താലാകട്ടെ, എന്തെങ്കിലും ചെയ്താൽ ദൈവത്തിൻ്റെ മഹത്വത്തിനൊത്തവണ്ണമായിരിക്കണം. ഹല്ലേലൂയ. മത്തായി 5:16 പറയുന്നു, അങ്ങനെ നിങ്ങളുടെ നല്ല പ്രവർത്തികളെ കണ്ടിട്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അവർ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം മനുഷ്യരുടെ മുമ്പിൽ പ്രകാശിക്കണം. നമ്മുടെ നല്ല പ്രവർത്തികളെ കാണണം. നമ്മുടെ ജീവിതത്തിൽ കെട്ട പ്രവൃത്തികളല്ല. ഒരു വ്യക്തിയെ നമ്മൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഒരാളുടെ ജീവിതം നോക്കിയാൽ, അല്ലെങ്കിൽ ആ നല്ല പ്രവൃത്തികൾ കാണുവാൻ പലപ്പോഴും നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഒരാൾ പറഞ്ഞ ഒരു കാര്യമാണ്, എൻ്റെ ജീവിതത്തിൽ വലിയ പ്രയാസങ്ങൾ ബ്രദർ നേരിടുകയാണ്, പലരും എന്നെ ഉപദ്രവിക്കുന്നു, മാനസികമായി എന്നെ പ്രയാസപ്പെടുത്തുകയാണ്, പലരും പല കാര്യങ്ങൾ പറയുന്നു, അപമാനിക്കും. അപ്പം ഞാനൊരു കാര്യം പറഞ്ഞു, ഒരു ഫലമുള്ള വൃക്ഷത്തിൽ മാത്രമേ കല്ലേറ് ഉണ്ടാകും. നമുക്കറിയാം, വെക്കേഷൻ സമയത്തൊക്കെ നമ്മളെല്ലാം സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് മാവിൽ മാങ്ങ കഴിക്കും. ആ സമയത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യും, വഴിയെ പോവുകയാണെങ്കിൽ പോലും കല്ലൊക്കെ എടുത്തെറിയും. അപ്പം എന്ന് പറഞ്ഞതുപോലെ ഒരു കല്ലെറിയുന്നുണ്ടെങ്കിൽ നമുക്കൊരു അടി കിട്ടുകയാണെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തുണ്ട്, അതിലൊരു ഫലമുള്ളത് കൊണ്ടാണ് എറിയുന്നത്. ഹല്ലേലൂയ. അത് നമ്മളെ ഒരിക്കലും തകർത്ത് കളയാൻ വേണ്ടിയിട്ടല്ല, അതെല്ലാം നമ്മളെ പണിയാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ജീവിതത്തിൽ. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിനോട് നമ്മൾ ആയിരിക്കുമ്പോൾ ദൈവം നമ്മളെ പണിയുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ജീവിതത്തിൽ വരുന്ന വേദനകൾ, പ്രയാസങ്ങളൊന്നും നമ്മളെ തകർത്ത് കളയാനല്ല. ഹല്ലേലൂയ. സകലതും ദൈവത്തിൻ്റെ മഹത്വത്തിനായി തീരും. 1 പത്രോസ് 4:11 പറയുന്ന, എല്ലാം യേശു ക്രിസ്തു മൂലം ദൈവം മഹത്വപ്പെടുവാൻ തക്കവണ്ണം ഇടയാകുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം സഹായിക്കും. ഏറ്റവും പ്രധാനപ്പെട്ടമായ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശമെന്ന് പറയുന്നത് കർത്താവിൻ്റെ വരവിന് വേണ്ടി നാം ഒരുങ്ങിയിരിക്കണം. കർത്താവിൻ്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങുവാൻ ഇപ്പോൾ നമുക്ക് പലപ്പോഴും നമുക്ക് താല്പര്യമില്ല. ഇപ്പോൾ കർത്താവിൻ്റെ വരവിനെ കുറിച്ച് നമുക്ക് കേൾക്കാൻ പറ്റാത്തൊരു കാലഘട്ടമാണ്. അത് കർത്താവിൻ്റെ വരവിനെ പറ്റി പണ്ടൊക്കെ നമ്മൾ പാടി ആരാധിക്കുന്നതെല്ലാം കർത്താവിൻ്റെ ആ പ്രതീക്ഷയോടെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ഇന്ന് പ്രതീക്ഷയെല്ലാം നഷ്ടപ്പെട്ട് മേളി പോകുമെന്ന് തന്നെ പ്രതീക്ഷയില്ല. അങ്ങനത്തെ ഒരു കാലഘട്ടത്താണ് നമ്മളായിരിക്കുന്നത്. പക്ഷേ നിത്യതയ്ക്ക് വേണ്ടിയിട്ട് ഒരു ഒരുക്കമില്ല. കാര്യം മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നേരെ പാതാളത്തിലേക്ക് പോകുമെന്നാണ് പലപ്പോഴും ചിന്തിക്കുന്നത്. അങ്ങനെ ശരിയാണ്. കാര്യം പലരുടെയും കയ്യിരിപ്പുകൾ കൊണ്ട് അങ്ങനെ തന്നെ പോകും. അങ്ങനെ തന്നെയാണ് കാര്യം. പലരുടെയും ജീവിതത്തിൽ നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യം, ഒരിക്കലൊരു ഭക്തനായ മനുഷ്യനെ ദൈവം നരകത്തേക്ക് എടുത്തുകൊണ്ട് പോയി. അദ്ദേഹം ആഫ്രിക്കയിലുള്ള ഒരു ദൈവദാസനാണ്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, അദ്ദേഹം എടുത്തുകൊണ്ട് പോയ സമയത്ത് അദ്ദേഹത്തിൻ്റെ ചർച്ചിൽ അദ്ദേഹം ആക്സിഡൻറ്റ് പറ്റുന്ന സമയത്താണ് ദൈവത്തിൻ്റെ ദൂതൻ അദ്ദേഹത്തെ കൊണ്ടുപോകുന്നത്. ആ ദൈവത്തിൻ്റെ ദൂതൻ വന്ന് അദ്ദേഹത്തെ കൊണ്ടുപോകുമ്പോൾ നരകം അദ്ദേഹത്തിന് കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് അദ്ദേഹത്തിനെ കൊണ്ടുപോകുന്ന സമയത്ത് നരകത്തിലേക്ക് പോകുമ്പോൾ താൻ ചിന്തിച്ച പല ആൾക്കാർ, തൻ്റെ സഭയിലുള്ള വിശുദ്ധന്മാരെന്ന് താൻ ചിന്തിച്ച പലരും, സഭയിൽ ഏറ്റവും പ്രധാന ഭാഗങ്ങൾ വഹിച്ച സകല വ്യക്തികളും നരകത്തിനകത്ത് കിടക്കുകയാണ്. അവിടെ കിടന്നുകൊണ്ട് വിളിക്കുകയാണ്. ഒരാൾ പറഞ്ഞൊരു കാര്യം, ഞങ്ങൾ $5 എടുത്തെന്നു. $5 എന്ന് പറഞ്ഞാൽ അവരുടെ രാജ്യത്ത് അതൊരു വലിയൊരു സംഖ്യയല്ല. $5 ഞങ്ങൾ മോഷ്ടിച്ചു. ആ ഒരൊറ്റ കാര്യത്തിൽ നരകത്തിൽ കിടക്കുകയാണ്. അപ്പോൾ ഞാൻ ചിന്തിച്ചൊരു കാര്യം, ഒരു പൈസ നമ്മൾ ദൈവത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചതിയായിട്ടോ വഞ്ചനയായിട്ടോ നമ്മൾ വാങ്ങിച്ചാൽ നിശ്ചയമായിട്ടും അവ നേരെ നരകത്തിലോട്ട്, പിന്നെ അങ്ങോട്ട് പോകണ്ട, പിന്നെ സ്വർഗത്തേക്ക് കയറി പോകാൻ അല്പം പോലും ചിന്തിക്കണം. നേരെ താഴോട്ട് പോയാൽ അതൊരു അങ്ങോട്ട് പോകേണ്ട എൻട്രിയാണ്. ഹല്ലേലൂയ. പലരും ഏറ്റവും കൂടുതൽ കിടക്കുന്ന ആൾക്കാർ വിശ്വാസികളാണ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ കിടക്കുന്നത് പാസ്റ്റർമാരാണ്, അല്ലെങ്കിൽ ശുശ്രൂഷ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം നമ്മൾ ചിന്തിക്കണം, നമ്മൾ ഈ പോക്ക് പോയി കഴിഞ്ഞാൽ എങ്ങോട്ട് പോകുമെന്നൊരു ചിന്ത നമ്മുടെ ജീവിതത്തിൽ വേണം. ഹല്ലേലൂയ. നമ്മൾ പോകുമ്പോൾ മരിച്ച് നമ്മൾ പോകുന്നു, നമ്മൾ വെളിപ്പാട് കാണുന്നു, ദർശനം കാണുന്നു, കൃപകൾ കാണുന്നു, കൃപാവരം കാണുന്നു, ഒക്കെ നമ്മൾ ചെയ്യുന്നു എന്ന് വെച്ചുകൊണ്ട് സ്വർഗത്തിലോട്ട് എൻട്രി കിട്ടണമെങ്കിൽ നമ്മുടെ ജീവിതങ്ങളെ ശുദ്ധീകരിക്കേണ്ടത് ആവശ്യമെന്ന് ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു. അതുകൊണ്ട് ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു, 2 പത്രോസ് 3:14 പറയുന്നു, അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ ഈ വകയ്ക്കായി കാത്തിരിക്കാൻ അവൻ നിങ്ങൾക്ക് കുറയും കളങ്കവും ഇല്ലാത്തവരായി സമാധാനത്തോടെ കാണുവാൻ ഉത്സാഹിച്ചുകൊണ്ട് എന്ന് ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു. മത്തായി സുവിശേഷം 24:44 പറയുന്നു, അതുകൊണ്ട് നിങ്ങൾ ഒരുങ്ങിയിരിപ്പിൻ, നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരും. അപ്പോൾ നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നമ്മൾ ഒരുങ്ങിയിരിക്കേണ്ടത് അത്യാവശ്യമാണ്. നമുക്കറിയാം, ഈ ദിവസങ്ങളിലെല്ലാം നമ്മുടെ തിരുവനന്തപുരം പല ഭാഗങ്ങളിലും മഞ്ഞിൻ്റെ പ്രയാസമാണ്. അത് ശ്രീലങ്കയിൽ ചെറിയൊരു ന്യൂനമർദ്ദം വന്നപ്പം ഇങ്ങനെയാണ് പ്രയാസമെങ്കിൽ ഒന്ന് ചിന്തിച്ച് നോക്കണം. ഒരു ചെറിയ ഒരു പ്രതിഭാസം വരുമ്പോൾ തന്നെ നമുക്ക് നിൽക്കാനായിട്ട് പറ്റുന്നില്ല. എല്ലാവരും പനി പിടിച്ച് ആശുപത്രിയിലും പല സ്ഥലങ്ങളിലും കിടക്കുകയാണ്. അപ്പോൾ ചിന്തിച്ചു നോക്കണം, മനുഷ്യനെന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ.
ഹല്ലേലൂയ. നമുക്ക് നാളത്തേക്ക് വേണ്ടി എന്താണ് നിൽക്കുമോ പറ്റുമോ എന്ന് ചോദിച്ചാൽ നമുക്കറിയത്തില്ല. 1 യോഹന്നാൻ 3 പറയുന്നു, അവങ്കിൽ ഈ പ്രത്യാശയുള്ളവരെല്ലാം അവൻ ശുദ്ധനായിരിക്കുന്നത് പോലെ തന്നെ താൻ ശുദ്ധീകരിക്കുന്നു എന്ന് ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു. അപ്പോൾ നാം കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെടണമെങ്കിൽ നമ്മളെ തന്നെ വീണ്ടും ശുദ്ധീകരണത്തിലേക്ക് നമ്മളെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവിൻ്റെ ഏറ്റവും വലിയ ഉദ്ദേശമെന്ന് പറയുന്നത് നാം വിശുദ്ധരായി ജീവിക്കുവാനാണ്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു കാര്യം, നമുക്ക് സ്വയമായിട്ട് നമുക്ക് വിശുദ്ധിയിൽ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. സ്വന്തമായി നമുക്ക് വിശുദ്ധമായ ഒരു വ്യക്തിയായിട്ട് ജീവിക്കാൻ പറ്റില്ല. നമ്മളെ ജീവിപ്പിക്കാൻ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ആ പരിശുദ്ധാത്മാവിനോട് ചേർന്നിരിപ്പാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ ലോകത്തിൽ നമ്മളെ നന്നായി അറിയുന്ന, നമ്മെ നന്നായി മനസ്സിലാക്കുന്ന ഏക വ്യക്തിയായ പരിശുദ്ധാത്മാവിനോട് പറ്റിയിരിക്കുവാൻ നമ്മുടെ ഹൃദയങ്ങളെ തുറന്ന് ദൈവകരത്തിലേക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? കർത്താവേ, അങ്ങ് എന്താണ് എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്ന പദ്ധതി? അങ്ങ് എന്താണ് എന്നെക്കുറിച്ച് ഈ നല്ല ദിവസം ആഗ്രഹിക്കുന്നത്? അതിനായി എന്നെ ഒരുക്കണമെന്ന് ഒരു വാക്ക് ദൈവസന്നിധിയിൽ പറയാമോ? ഞാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് പോകും. നമുക്ക് കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന പ്രിയ സഹോദരങ്ങൾക്കായി പ്രാർത്ഥിക്കുകയാണ്. ഈ രാത്രി കർത്താവേ, അവരോട് പരിശുദ്ധാത്മാവ് ഇടപെടണം. അവരുടെ ജീവിതത്തിൽ കർത്താവേ, ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങൾ ഹല്ലേലൂയ അവർ തിരിച്ചറിഞ്ഞ് അവർ മുമ്പോട്ട് ജീവിതം നയിക്കുവാൻ അവരെല്ലാവരെയും സഹായിക്കണം. അതിനായി അവരെ മക്കളെല്ലാവരെയും സഹായിക്കണം. അവരുടെ ജീവിതത്തിൽ കർത്താവിന് വേണ്ടി പ്രയോജനമുള്ള വ്യക്തികളാക്കി കർത്താവ് മാറ്റണം. അതിനായി പരിശുദ്ധാത്മാവരെ ഒരുക്കണം, പരിശുദ്ധാത്മാവരെ രൂപാന്തരപ്പെടുത്തണം, പരിശുദ്ധാത്മാവരെ പണിയണം. കർത്താവെ, വചനപ്രകാരം പണിയണം. ഈ ലോകത്തിൻ്റെ മോഹങ്ങളെ കൊണ്ടല്ല, ഈ ലോകത്തിൻ്റെ ചിന്തകളിൽ അവർ കുടുങ്ങിപ്പോകാതെ കർത്താവെ, ഞങ്ങൾ ക്രിസ്തുവിനെ പോലെ ആയിത്തീരുവാൻ ഞങ്ങൾ അങ്ങ് ഒരുക്കണം. അതിനായി ഞങ്ങൾ എല്ലാവരെയും പണിയുവാനായി ഞങ്ങളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുകയാണ്. അതിനായി പരിശുദ്ധാത്മാവ് ഞങ്ങളെല്ലാവരെയും ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രോഗത്തിൻ്റെ ബന്ധനങ്ങളെ ഈ രാത്രികാലം അഴിക്കണം. രോഗത്തോടെ ആരെങ്കിലും ആയിരിക്കുന്നെങ്കിൽ ഈ രാത്രികാലം രോഗബന്ധനങ്ങളെ അഴിക്കണം. പൈശാചിക ബന്ധനങ്ങളെ തകർക്കണം. ശാപത്തിൻ്റെ കെട്ടുകളെ പൊട്ടിക്കണം. രോഗബന്ധനങ്ങൾ അഴിഞ്ഞു മാറട്ടെ യേശുവിൻ്റെ നാമത്തിൽ. നമുക്ക് രോഗമുള്ള വ്യക്തികളെല്ലാം രോഗമുള്ള സ്ഥലങ്ങളിൽ കൈവച്ച് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ രോഗത്തിൻ്റെ കെട്ടുകൾ ഈ രാത്രികാലം അഴിഞ്ഞു മാറിപ്പോട്ടെ. രോഗത്തിൻ്റെ ബന്ധനങ്ങൾ അഴിയട്ടെ. ഹല്ലേലൂയ. തലയിൽ എന്തോ ഭാരം ഇരിക്കുന്നത് പോലെയുള്ള വ്യക്തികളുടെ മേൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി സ്പർശിക്കുകയാണ് യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ. ഹല്ലേലൂയ. തലയിൽ എന്തോ ഒരു സാധനം എടുത്ത് കമത്തി വെച്ചാൽ എങ്ങനെ ഇരിക്കും? ഒരു ചട്ടി കമത്തി വെച്ചാൽ എങ്ങനെ ഇരിക്കും? അതുപോലെ ഹല്ലേലൂയ. മനസ്സ് മൊത്തം കയ്യിൽ നിയന്ത്രിക്കപ്പെടാൻ പറ്റാതെ വേണം നിയന്ത്രണം നഷ്ടപ്പെടുത്തിയിരിക്കുന്ന അവസ്ഥകൾ ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവ് തൊടുകയാണ്. എൻ്റെ മനസ്സിനെ ആകുലപ്പെടുത്തുന്ന, മനസ്സിനെ ഭാരപ്പെടുത്തുന്ന, മനസ്സിനെ ചിന്താകുലത്തിൽ കൊണ്ടിടുന്ന പിശാചിൻ്റെ പദ്ധതികൾ ഈ രാത്രി ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അഴിച്ചു കളയുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അഴിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ അഴിക്കുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താഴ്മയുള്ളവരായിരിക്കാൻ ആത്മീയ നിഗളം ഹല്ലേലൂയ വിട്ടുമാറി, ഹല്ലേലൂയ ആത്മീയ നിഗളങ്ങൾ വിട്ടുമാറി, പിശാചിൻ്റെ ഹല്ലേലൂയ നിഗളങ്ങൾ, പൈശാചിക സ്വഭാവങ്ങൾ വിട്ടുമാറി, ജഡീക സ്വഭാവങ്ങൾ വിട്ടുമാറി ആത്മസ്വഭാവമുള്ള വ്യക്തികളായി കർത്താവെ, ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്ന വ്യക്തികളായി കർത്താവെ മാറണമെന്ന് കർത്താവെ നിൻ്റെ മക്കളെല്ലാവരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. അതിനായി കർത്താവെ നിൻ്റെ മക്കളെല്ലാവരെയും ഒരുക്കി ശക്തീകരിച്ച് ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കുക. നന്ദി, മാന മഹത്വം എടുക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.